നായകൻ സൂര്യയുടെ കങ്കുവ ഭയങ്കര പ്രതീക്ഷയോടെ തിയേറ്ററുകളിൽ എത്തിയ സൂര്യയുടെ ഏറ്റവും പുതിയ സിനിമയാണ് കങ്കുവ. അപ്പൊ കങ്കുവ 4 മണിക്കും 5 മണിക്ക് 4 മണിക്ക് ഷോ തുടങ്ങുമെന്ന് പറഞ്ഞു. 4:45 തുടങ്ങിയ ഷോ കണ്ടിട്ട് വരുന്ന ഫസ്റ്റ് ഇംപ്രഷനാണ്. കങ്കുവ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാതെ പോയ ഒരു ആവറേജ് ഫീൽ തരുന്ന ഒരു സിനിമാനുഭവം മാത്രമായിട്ടാണ് തോന്നിയത്. ഇതിന്റെ കാസ്റ്റ് സൂര്യ ഓഫ് കോഴ്സ് ഡബിൾ റോളുണ്ട്, പിന്നെ ബോബി ഡിയോൾ, ജിഷ പത്താനി, പിന്നെ ക്ലൈമാക്സിൽ ഒരു ക്യാമിയോ റോളായിട്ട് കാർത്തി വരുന്നുണ്ട്. പിന്നെ ക്രൂ ശിവേൽ ഡയറക്ഷൻ, ജ്ഞാനവേൽ പ്രൊഡ്യൂസർ, DSPയുടെ മ്യൂസിക്, നിഷാദ് യൂസഫാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സിനിമയുടെ എങ്ങനെയുണ്ട് ഈ സിനിമ, സൂര്യയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു തീർത്തും നിരാശ സമ്മാനിച്ച ഒരു സിനിമയായിട്ടാണ് കങ്കുവ തോന്നിയത്. നിരാശപ്പെടാൻ ഒന്നിലധികം കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ഈ സിനിമയുടെ ഒരു രംഗങ്ങളിൽ പോലും ഇമോഷണൽ കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്തില്ല. അതായത് ഈ സിനിമ ഒരു ടൈം ട്രാവൽ പറയാണ്, ഒരു റീഇൻകാർണേഷൻ, റീബർത്ത്, അല്ലെങ്കിൽ ജനറേഷനുകളിൽ അപ്പുറത്തേക്കുള്ള കണക്ഷൻ, അങ്ങനെയുള്ള സൂര്യ തന്നെ ഇത്തരം മൂവികൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ പല സിനിമകളിലും അത് കണ്ടിട്ടുമുണ്ട്. ബാക്കി പല സിനിമകളിൽ ഈ കഥയായിട്ട് വന്നിട്ടുണ്ട്. അത് കഥ തന്തു അതുപോലെ വരുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ രണ്ട് കാലഘട്ടങ്ങളിൽ കാണിക്കുമ്പോൾ, ഒന്ന് 2024 ഒന്ന് 1007, ഈ സിനിമയിലെ ഈ രണ്ട് കാലഘട്ടങ്ങളിലെ ഇവരുടെ കഥാപാത്രം തമ്മിൽ പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നും തോന്നിയില്ല. കാരണം അതിന്റെ ഒരു ഫീൽ ഇതിലേക്ക് നമുക്ക് ഈ ഒരു ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് തോന്നിയാൽ മാത്രമേ നമുക്ക് സിനിമയിൽ കണക്ട് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത്തരം ഒരു ഫീല് ഈ സിനിമയ്ക്ക് തരാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, സൂര്യ നമുക്കറിയാം ഒരു ഹെവി ആയിട്ടുള്ള ഒരു ആക്ടിങ് കാഴ്ചവെക്കാൻ ഉള്ള ടാലന്റ് ഉള്ള ഒരു നടൻ തന്നെയാണ്. പക്ഷെ ഈ സിനിമയിൽ സൂര്യക്ക് അങ്ങനെ പെർഫോം ചെയ്ത് ഫലിപ്പിക്കാൻ പാകത്തിനുള്ള ആ കഥാപാത്രത്തിന് തീരെ ഡെപ്ത് ഉണ്ടായില്ല. അത് എഴുതി വെച്ച ക്യാരക്ടർ എന്ന് പറയുന്നത് ശിവയ്ക്ക് മാക്സിമം ഇത്രയേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഒരുപാട് സീനുകൾ അത് വെറും എന്താ പറയാ അട്ടഹാസമോ അല്ലെങ്കിൽ ആക്രോശമോ അങ്ങനെ രീതിയിലുള്ള ഒരു പോർ വീര്യം കാണിക്കുന്ന അങ്ങനത്തെ ഒരുപാട് സീനുകൾ. സിനിമ ഒരു ലെവല് കഴിഞ്ഞിട്ട് സിനിമ അതിന് മേലേക്ക് ഉയരാത്ത പോലെ ഒരേ ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു സിനിമാനുഭവമാണ് കങ്കുവ. പിന്നെ ഷിയുടെ ഡയറക്ടോറിയൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ അമിത പ്രതീക്ഷയോ ഇത് ഗംഭീര സിനിമയായിരിക്കും എന്ന് പ്രതീക്ഷ ഒന്നല്ല തിയേറ്ററിൽ പോയത്. എന്നിരുന്നിട്ട് കൂടി ആ സിനിമയ്ക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ തരാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പിന്നെ റൺ ടൈം എന്ന് പറയുന്നത് 2.5 മണിക്കൂറിനടുത്തുള്ളതാണ്. ഒരു എന്താ പറയാ, ഒരു ലാഗ് അടിപ്പിക്കാൻ തീരെ സാധ്യതയില്ലാത്ത ഈ ഒരു റൺ ടൈമിലും കൂടി പല സീനുകളിലും ഗംഭീരമായിട്ട് ലാഗ് ഫീൽ ചെയ്തു. ഇപ്പൊ ലാഗ് എന്ന് പറഞ്ഞാൽ സ്റ്റോറി ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്ലോ നറേഷൻ എന്ന രീതിയിലല്ല ലാഗ് ഉദ്ദേശിക്കുന്നത്. കാരണം സിനിമയ്ക്ക് യാതൊരു രീതിയിലും കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത നായകന്റെ പ്രസന്റ് കാണിക്കുന്ന രംഗങ്ങൾ വളരെയധികം ലാഗിങ്ങും ക്രിഞ്ച് ഫെസ്റ്റ് ആയിരുന്നു ആ സീനുകൾ. അത് ഈ സീനൊന്ന് കഴിഞ്ഞ് നമ്മൾ പഴയ കാലഘട്ടത്തിലേക്ക് പിക്ക് ചെയ്ത് കഴിഞ്ഞ് അങ്ങ് പോകുമെന്ന് കരുതിയെങ്കിലും പഴയ കാലഘട്ടം കാണിക്കുന്നതിലെ VFX പല സീനുകളും വളരെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള VFX ആണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ ഇതില് പല ലാംഗ്വേജുകളിൽ, ഇന്ത്യയിൽ തന്നെ ബാക്കിയുള്ള ലാംഗ്വേജുകളിൽ തന്നെ VFX അതിഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്, ഇതിലും ചുരുങ്ങിയ ബജറ്റിൽ തന്നെ. അപ്പോൾ VFX ചില സീനുകൾ ആനിമൽസിനെ കാണിക്കുന്നത്, ബേർഡ്സിനെ കാണിക്കുന്നതൊക്കെ തീർത്തും നിരാശപ്പെടുത്തിയ ഒരു മീഡിയോക്കർ വർക്കായിട്ടാണ് VFX തോന്നിയത്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് BGMഉം അതുപോലെ തന്നെ ഈ അട്ടഹാസത്തിന്റെ ഒരു അതിപ്രസരമുണ്ട്. കാരണം എല്ലാ സീനുകളും ഹൈ ഇമ്പാക്ട്, ഹൈ പഞ്ച് കൊടുക്കാനാണ് BGM ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പതിയ താളത്തിലുള്ള BGMന് ഇടയ്ക്ക് നല്ല ഹെവി സീൻസ് വരുന്നതായിരിക്കും കൂടുതൽ ഇമ്പാക്ട്. ഇത് എല്ലാ സീനും ഇമ്പാക്ട് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അട്ടഹാസങ്ങളും, പഴയ കാലഘട്ടമാണ് ഓഫ് കോഴ്സ്, എന്നാലും എല്ലാവരും ഒരുമാതിരി ആംഗ്രി ആയിട്ടുള്ള ആ രീതിയിലുള്ള ഒരു ഫേസിലേക്കാണ് സിനിമ കാണിച്ചത്. ആക്ഷൻ രംഗങ്ങൾ അത്യാവശ്യം നിലവാരം പുലർത്തിയിട്ടുണ്ട്, സീനുകളുടെ വ്യത്യസ്തത കൊണ്ട് നിലവാരം പുലർത്തിയിട്ടുണ്ട്. പക്ഷെ അതിനും റിപ്പീറ്റേഷൻ പോലുള്ള സീനുകൾ ഉണ്ടായിരുന്നു. പിന്നെ വളരെ പ്രെഡിക്റ്റബിൾ ആയിരുന്നു. നമുക്കറിയാം എങ്ങനെയായിരിക്കും ഈ കഥയുടെ നമ്മുടെ ഒരു കോൺഷ്യസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള എന്താ പറയാ അങ്ങനത്തെ രംഗങ്ങളൊന്നും, അധികം അമാനുഷിക രംഗങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. പരമാവധി റിയലിസ്റ്റിക് ആക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെയും കഥാപരിസരം തീർത്തും ഡെപ്ത് ഇല്ലാത്ത ഒരു കഥാപരിസരമായി പോയി. അപ്പൊ കൂടുതൽ കഥയിലേക്ക് കടക്കുന്നില്ല. സെഞ്ചുറികൾക്ക് മുമ്പുള്ള ഒരു കാലഘട്ടവും പ്രസന്റ് കാലഘട്ടവും അവർ തമ്മിലുണ്ടാവുന്ന ഒരു ഇമോഷണൽ കണക്ഷനാണ്. പിന്നെ ആ സൂര്യയുടെ ഒപ്പം തന്നെ ആ
പിന്നെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരു ബാലതാരമുണ്ട്. ആ ബാലതാരത്തിന്റെ പേരറിയില്ല. പക്ഷെ സങ്കടാലയം എന്ന് പറഞ്ഞിട്ട് ആ ബാലതാരം ആ കഥാപാത്രത്തിനെ അത്ര ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് അവരുടെ രണ്ടുപേരും തമ്മിലുള്ള ബന്ധത്തിലുള്ള ആ ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാൽ കങ്കുവ എന്ന് പറയുന്നത് എന്താ പറയാ, നാം ജയിച്ചിട്ടേ മാല എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് നാം തോറ്റിട്ടേ ശിവ